കരൂരിലെ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന് നമുക്ക് പറയാം. വീണ്ടും വിചാരമില്ലാതെ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ്. കാരണം ഏതാണ്ട് ഒരു 500 മീറ്റർ കടക്കാനായിട്ട് 1.5 മണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ വിജയ്ക്ക് അവിടെ കൊണ്ട് തന്നെ അപകടം മണക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കരൂരിലെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്താനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജഡ്ജി. ഇന്ന് വിജയുടെ അറസ്റ്റ് ഉണ്ടാകും. ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ് വിജയനെ സംബന്ധിച്ച്. ഇന്ന് ഉണ്ടാകുമോ അറസ്റ്റ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ല, അറസ്റ്റിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അറസ്റ്റിൽ ഇപ്പം വിജയ് അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇതുവരെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ വന്നിട്ടില്ല. കാരണം അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം തന്നെ ഈ കരൂരിൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള TVKയുടെ ഒരു ഭാരവാഹിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സെക്രട്ടറി എന്തോ ആണ് ഡിസ്ട്രിക്റ്റിൻ്റെ. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. ചാർജസ് ഇതുപോലെ മനഃപൂർവ്വമായ നരഹത്യ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മറ്റ് TVK കുറച്ച് പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വിജയ്ക്ക് മുകളിൽ ഈ പറയുന്ന അറസ്റ്റ് എന്നുള്ളൊരു ആയുധം നിലവിൽ ഭരണകൂടം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുക. കാരണം അത് വിജയ്ക്കെതിരെ ഒരു മൈലേജ് ഉണ്ടാക്കാനാണ് ഇനിയുള്ള സാധ്യത. അതായത് വിജയ്ക്ക് എതിരെയല്ല, വിജയ്ക്ക് അനുകൂലമായ ഒരു മൈലേജ് ഉണ്ടാക്കാനാണ് സാധ്യത. അത് നമ്മൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയ ഭാവി തുലാസിൽ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു സംഭവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP ആണെങ്കിലും വിജയിനെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. നരേന്ദ്രമോദി ആയിക്കോട്ടെ, അമിത്ഷാ ആയിക്കോട്ടെ, തമിഴ്നാട്ടിലെ BJP നേതാവായിട്ടുള്ള അണ്ണാമലൈ ആണെങ്കിലും വിജയിനെ പേരെടുത്ത് വിമർശിച്ചില്ല. പകരം അവർ പറയുന്നത് ആരെയാണ്? ഭരണകൂടത്തിനെയാണ്. അതായത് സ്റ്റാലിൻ്റെ ഭരണകൂടത്തിനെയാണ് പറയുന്നത്. അവർ ഇതിൽ കുറച്ചും കൂടെ മാന്യമായിട്ട് ഇത് ചെയ്യാമായിരുന്നു. അവരുടെ പരിപാടി ഒഴിച്ച് ബാക്കിയുള്ളവരുടെ പരിപാടിയിൽ ആർക്കും ഇതുപോലെ പോലീസിന് അകമഴിഞ്ഞ് വിട്ടുകൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ BJP ഉയർത്തിയിട്ടുണ്ട്. അതായത് പിന്നെ സ്റ്റാലിൻ പോലും നേരിട്ട് വിജയ് ഇതുവരെ ആക്രമിച്ചിട്ടില്ല. അതിന് പകരം ഒളിയമ്പൊക്കെ ചെയ്തായിരുന്നു. അതായത് എനിക്ക് വീട്ടിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് ആളുകളെ കാണണം. ഒരു മന്ത്രിയുടെ കരച്ചിലൊക്കെ കണ്ടു കാണുമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഡ്രാമയൊക്കെ ഉണ്ടായിരുന്നു, നാടകമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ മലയാളികൾ ഇത് കണ്ടു. അപ്പം ഇതൊന്നും മലയാളികളുടെ ഇടയിൽ ചെലവാകുന്ന കാര്യമില്ലല്ലോ. അതിവൈകാരികത മലയാളികൾക്ക് കുറവാണത്. അത് ഈ ഒരു കാര്യത്തിൽ കുറവാണ്. രാഷ്ട്രീയത്തിൽ അത് കുറവാണ്. നമുക്ക് വൈകാരികതയും രാഷ്ട്രീയവും ഒരുമിച്ച് വരാറില്ല. നമുക്ക് രാഷ്ട്രീയത്തിൽ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് ഒക്കെ ആയിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഈ ഡൽഹിയിൽ നിന്ന് നീലാങ്കരയിലെ വിജയുടെ വീട്ടിലേക്ക് അഭിഭാഷകർ എത്തിയിട്ടുണ്ട്. സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് നിയമക്കുരുക്കിലേക്കാണ് പോകുന്നത് നടൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. TVKയുടെ പ്രചാരണ പരിപാടിയിൽ മുൻപ് ആൾ കൂടിയപ്പോൾ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് ഈ വിജയൻ്റെ പാർട്ടിയുടെ മുന്നൊരു പരിപാടിയിൽ ഇങ്ങനെ ആൾ കൂടിയപ്പോൾ ഹൈക്കോടതി വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ഉത്തരവിട്ടതാണ്. ആൾക്കൂട്ട ദുരന്തത്തിന് വഴിവെക്കും, നടൻ ശ്രദ്ധ പുലർത്തണമെന്ന് കോടതി നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്നാൽ കോടതി ഉത്തരവിനും പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ആളെ കൂട്ടി 39 പേരുടെ ജീവനെടുത്ത നടനെതിരെ ഇപ്പോൾ കോടതി പൊട്ടിത്തെറിക്കുന്നത്. അതായത് തളപതിയല്ല കൊലപതി എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വിജയ് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ടല്ല തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ കൊല്ലപ്പെടുന്നത്. 2004 തിരുപ്പാച്ചി എന്ന സിനിമയുടെ ഓഡിയോ റിലീസിന്റെ ഭാഗമായിട്ട് നടന്ന ചടങ്ങിൽ കുറച്ച് പേർ 2-3 പേരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് 2009 ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2009 ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ 2011 ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് 2017 ഈ പറയുന്ന തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചു. അപ്പോൾ ഈ നടൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇത്തരത്തിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണെന്നല്ല പറയുന്നത്, അത് സംഘാടകരുടെ കുഴപ്പമാണ്. അതുപോലെ തന്നെയാണ് അല്ലു അർജുന്റെ സിനിമയുടെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലു അർജുൻ അവിടെ വരരുതെന്ന് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം ലംഘിച്ച് അല്ലു അർജുൻ അവിടെ വന്നതായിരുന്നു. അത് നിയമപ്രകാരം അത് തെറ്റ് തന്നെയാണ്. പക്ഷെ വിജയ് പങ്കെടുത്ത 2017 വരെയുള്ള പരിപാടികളിൽ ആൾക്കൂട്ടം ഈ പറയുന്ന ആളുകൾ കൊല്ലപ്പെട്ടതിൽ വിജയ്ക്ക് പങ്കില്ല. കാരണം അത് വിജയനും സിനിമ നടനായിരുന്നു. അവിടെ സംഘാടകരുടെ പിഴവാണ് അത് അന്ന് ആളുകൾ വെച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ സംഘാടകരെല്ലാം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്, അല്ലേ? ഇതൊരു സിനിമയുടെ പ്രമോഷന് വേണ്ടി വരുന്നതല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിർമ്മാതാവിന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കും. ഇത് അങ്ങനെയല്ല. ഇതെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്തം വിജയിക്കുകയാണ്. അപ്പോൾ വിജയ് വരുമ്പോൾ അവിടെ പറഞ്ഞ നിശ്ചയിച്ച സമയം 2 മണിയായിരുന്നു. അപ്പോൾ വിജയ് ചോദിച്ചത് ഈ ഗ്രൗണ്ട് വേണമെന്ന് ചോദിച്ചൊരു പ്രത്യേക
വലിയ ഗ്രൗണ്ട് ഉണ്ട് ഈ പറയുന്ന കരൂർ, ആ ഗ്രൗണ്ട് ചോദിച്ചു. അപ്പോൾ അത് ഈ കൊടുക്കുന്നില്ല. അത് ഈ AIADMKക്കും കൊടുത്തു, AIADMK എന്ന് പറയുന്ന പാർട്ടിക്കും കൊടുത്തു, DMKക്കും കൊടുത്തു. അപ്പോൾ അവർക്ക് നമുക്കും അത് വേണമെന്ന് പറഞ്ഞപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. 10,000 പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട്, ഒരു ഹൈവേ ആണ്, 4 വരി പാതയാണ്, കണ്ടുണ്ടായിരിക്കുമല്ലോ, അവിടെയാണ് കൊടുത്തത്. അപ്പോൾ ഈ പറയുന്ന 10,000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഇതേ സ്ഥലത്ത് 2 ദിവസം മുന്നേ 20,000 പേരെ വെച്ച് AIADMK പരിപാടി നടത്തിയിരുന്നു. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ വിജയ് എന്താണ് ഈ പറയുന്ന 2 മണിക്കാണ് അവിടെ എത്തേണ്ട സമയം, നിശ്ചിത സമയം 2 മണിയാണ്, ഉച്ചയ്ക്ക് 2 മണി. അവിടെ വിജയ് 7 മണിക്കാണ് എത്തുന്നത്. അതായത് 6 മണിക്കൂർ താമസിച്ചാണ് എത്തുന്നത്. എന്തിനായിരിക്കും എന്ന് പറഞ്ഞാൽ സെന്തിൽ എന്ന് പറയുന്ന അവിടെയുള്ള ഈ DMKയുടെ ഒരു മന്ത്രിയുണ്ട് കരൂരിന്. അപ്പോൾ അദ്ദേഹമാണ് അതായത് ഇവർ 10,000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ പ്രദേശം വിജയ്ക്ക് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വിജയുടെ ജനപിന്തുണ കുറച്ച് കാണിക്കുക. അത്ര ചെറിയ പ്രദേശമാണെങ്കിൽ കുറച്ച് ആളുകളല്ലേ വരികയുള്ളൂ, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ അപ്പം അതിനെ വെല്ലുവിളിക്കാനാണ് വിജയ് എന്ത് ചെയ്തത്, താമസിച്ച് വരാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരാൾ വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം 2 മണിക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി നിൽക്കും, 2 മണിയോട് അടുപ്പിച്ച് നിൽക്കും. അപ്പം നമ്മൾ അറിയണം 4 മണിയായിട്ടും ആൾ വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളും അതായത് പിന്നീട് ആളുകൾ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഈ സമയം വൈകുന്നതനുസരിച്ച് അത്രയും ആൾ കൂടട്ടെ, എൻ്റെ ജനപിന്തുണ ചെറിയ സ്ഥലത്ത് അത്രയും ആളെ ഞാൻ തിക്കി കയറ്റുമോ എന്നുള്ള ഒരു ഈഗോ തന്നെയാണ് അവിടെ ഈ പറയുന്ന ഇത്രയും ആൾക്കാർ അവിടെ എത്തിച്ചത്. 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ഈ 10,000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത്, അനുമതിയുള്ള സ്ഥലത്തേക്ക് വന്നെന്നുള്ള ആലോചിക്കണം. അപ്പോൾ അവിടെ വന്നിട്ട് ഈ പറയുന്ന ആൾക്കൂട്ടം ഉണ്ടാവുകയും അതിനുശേഷം ഈ പറയുന്ന എന്താണ് ഈ ആളുകൾ കുറച്ചാളുകൾ ബോധം കെട്ട് വീഴുന്നു. അതായത് ഈ ഇവർക്ക് ദാഹിച്ച് വിളഞ്ഞ് നിൽക്കുകയാണല്ലോ ഉച്ച തൊട്ട്. അപ്പോൾ അവർ ബോധം കെട്ട് വീഴുന്നു. അപ്പോൾ ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നു, ആംബുലൻസിലേക്ക് ആളുകളെ കയറ്റുന്നു. ആംബുലൻസ് അപ്പോൾ സംഘാടകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, ഈ ആംബുലൻസിന് വഴി കൊടുക്കുന്നില്ല. അപ്പോൾ പോലീസിന് ലാത്തി വീശേണ്ടി വരുന്നു. ഇതിനിടയ്ക്ക് വിജയ് വെള്ളക്കുപ്പിയിൽ എറിഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്ത് പ്രശ്നം, വിജയ് വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വിജയുടെ കയ്യിൽ നിന്ന് വരുന്ന വെള്ളക്കുപ്പിയാണല്ലോ, അങ്ങനെ ഇത് പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടി കുറേ ആളുകൾ കടിപിടി കൂടും, വെള്ളത്തിന് വേണ്ടിയല്ല. മനസ്സിലായോ? ആരാധക ഭ്രാന്താണത്. അപ്പോൾ അങ്ങനെയുള്ള ഭ്രാന്തന്മാർ ഇതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ ചത്താലും കുഴപ്പമില്ല, വിജയനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പോലീസിന് ലാത്തി വീശേണ്ടി വരുന്നു. ലാത്തി വീശപ്പോൾ ആൾക്കൂട്ടം നിയന്ത്രണം വിട്ടു പോകുന്നു. ഇതാണ് വിജയ് അവിടെ നിന്ന് അപ്പോൾ തന്നെ തടി നിർത്തുന്ന ഒരു കാഴ്ചയിലുണ്ടായത്. വിജയ് ഈ പറയുന്ന ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്കിത് രാഷ്ട്രീയ റാലികൾ പൊതുവെ നോക്കാം, CPM-ൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ BJP-യുടെ ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ DMK-യുടെ എന്തും രാഷ്ട്രീയ റാലികളിൽ അവരുടെ നേതാക്കന്മാർ മരണപ്പെട്ട ആ ഒരു ജാഥയിൽ ഒരുപാട് പേർ മരിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ റാലി നമ്മൾ കണ്ടതാണല്ലോ. അതിൽ എന്തുകൊണ്ടാണ് ഒറ്റ ആൾക്കൂട്ട മരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? തമിഴ്നാട്ടിൽ പക്ഷേ അത്തരത്തിൽ റാലികളിൽ അവരുടെ നേതാക്കൾ മരിച്ച് കൊണ്ടുപോകുന്ന റാലികളിൽ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചും അങ്ങനെയൊക്കെ സ്വയം ആത്മഹത്യയൊക്കെ ചെയ്യാറുണ്ട്. അതല്ലാതെ ഞാൻ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കാൻ വരുന്ന റാലികളിൽ നരേന്ദ്രമോദി 10 ലക്ഷം പേരെയൊക്കെ വെച്ചിട്ട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് ഈ ആളുകൾ കൊല്ലപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അതെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ്, സിനിമാ നടനെ കാണാൻ വരുന്ന ആൾക്കാരല്ല. അവരെല്ലാം തന്നെ ലോക്കൽ കമ്മിറ്റി മുതൽ മുകളിലോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം, പേരൂർക്കടയിൽ നിന്ന് വന്നവർ ആ ഭാഗത്തേക്ക് മാറി നിൽക്കുക, വട്ടിയൂർക്കാവിൽ നിന്ന് വന്നവർ ആ ഭാഗത്തേക്ക് മാറി നിൽക്കുക. ഇവിടെ വന്നവർ അങ്ങനെയല്ല. കുട്ടികളൊക്കെ എന്തിനാണ് രാഷ്ട്രീയ പരിപാടിയിൽ വരുന്നത്? അവർ സിനിമാ നടനെ കാണാനാണ് വന്നിരിക്കുന്നത്, വ്യക്തമാണ് അവിടെ. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരാണ് അവിടെ വന്നതെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഒരു നിയന്ത്രണം, അതായത് സംഘാടകരുടെ പിഴവാണ് ആത്യന്തികമായിട്ട്. ഇത് നമ്മളിപ്പോൾ രാഷ്ട്രീയം, ഇപ്പോൾ BJP-യുടെ ഒക്കെ റാലീസ്, 10 ലക്ഷം പേരെടുക്കുന്ന റാലീസ് ഇവർ പോലീസിന് പുറമെ ഇവൻ്റെ എന്താണ് റാലി മാനേജ്മെൻറ്റ് ടീമുകൾക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. കോടികൾ മുടക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് ഈ റാലികൾ അവർ മാനേജ് ചെയ്യുന്നത്. കൃത്യമായി നോക്കിയൊക്കെ അറിയാൻ പറ്റും. നരേന്ദ്രമോദി കൊച്ചിയിൽ വന്നപ്പോൾ ഉള്ള പരിപാടി നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാപ്പുകളുണ്ട് കൃത്യമായി, ആംബുലൻസിന് വരാൻ വേണ്ടി മറ്റ് അങ്ങനെയുള്ള ഗ്യാപ്പുകൾ. 250 കോടിയാണ് വിജയ് ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങിക്കുന്നത്. വിജയ്ക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ തോന്നാത്തതെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ എന്തായാലും ഈ വിജയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. പക്ഷെ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു എന്താ പറയുക, ഒരു 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 കോട്ടം തട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിന് പകരം വിജയ് ഇനി കൂടുതൽ രാഷ്ട്രീയക്കാരനാവാൻ ഉള്ള, അതായത് ഇനി ഈ കൂടുതൽ തഴക്കം വന്നൊരു രാഷ്ട്രീയക്കാരനാവാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിജയ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്, ഡിപ്രഷനിലാണ്. വിജയ് നെഞ്ചുവേദന കാരണം വിജയ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സിമ്പതി തിരിച്ചെടുക്കാൻ, കാരണം അവിടെ അത് വലിയ രീതിയിൽ പോയിട്ടുണ്ട്. അതായത് ഇയാൾ
തടി തപ്പി എന്നുള്ളതുണ്ടല്ലോ, AC റൂമിൽ പോയി ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏതോ തമിഴ് സ്ത്രീകളുടെയൊക്കെ ഡയലോഗുകളൊക്കെ കേട്ടിട്ടായിരുന്നു. അവൻ AC പോയിരിക്കുന്നത് അവൻ്റെ പിച്ച കാശ് ആർക്ക് വേണോ എന്നൊക്കെ പറഞ്ഞ്. അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടനെ. അപ്പം പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്ന ആളുകളാണല്ലോ, അതിൽ ഈ 40 പേരാണല്ലോ കൊല്ലപ്പെട്ടത്, അതിൽ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അദ്ദേഹം അവിടെ പോയി ഈ ഒന്നുകിൽ ഒരു പോലീസ് മേധാവിയുടെ ഓഫീസിൽ പോയി നിന്ന് അവിടെ നിന്നുകൊണ്ട് സ്ഥിതിഗതികൾ അന്വേഷിക്കണമായിരുന്നു പോലീസിൻ്റെ സഹായത്തോടെ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറിയിട്ട് അവിടെ നിന്ന് സംഘാടകർ വഴി അവിടെ എന്താണോ വേണ്ടത് അത് കൃത്യമായി ചെയ്തു കൊടുക്കണമായിരുന്നു. അതിനൊക്കെ പകരം അദ്ദേഹം നേരെ, അതായത് അദ്ദേഹത്തിന് ഭയമുണ്ടായി, ആൾക്കൂട്ട മർദ്ദനം ഉണ്ടാകുമോ എന്ന് ഭയമുണ്ടായി തന്നെയാണ് അദ്ദേഹം പോയത്. കാരണം വീട്ടിലൊക്കെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അറിയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഇന്ന് ബോംബ് ഭീഷണിയെ പറ്റി, വിജയുടെ വീട്ടിൽ ബോംബ് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ബോംബ് സ്ക്വാഡൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വിജയ് ഒരു നല്ല രാഷ്ട്രീയക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി അദ്ദേഹം എങ്ങനെ നേരിടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണോ ഇല്ലയോ എന്നുള്ളത്. നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം ഒന്ന് ചീഞ്ഞ് മറ്റൊന്ന് വളമാകുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ എപ്പോഴുള്ള, നമ്മൾ ഏത് രാഷ്ട്രീയക്കാരനെ നോക്കിയാലും ഒന്ന് ചീഞ്ഞ് മറ്റൊന്ന് വളമാകുക എന്നുള്ളത്. അപ്പോൾ ഈ 40 ജീവനുകൾ അദ്ദേഹത്തിന്, ഞാൻ പറയുന്നത് തെറ്റാണ്, പക്ഷെ 40 ജീവൻ, അങ്ങനെയാണ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ. 40 ജീവനുകൾ അദ്ദേഹത്തിന് വളമാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ താൽക്കാലികമായെങ്കിലും രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.